ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, വിശുദ്ധ നോമ്പിൻ്റെ 13-ാം ദിവസത്തിലെ ഈ ധ്യാനത്തിലേക്കാണ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. ഇന്നു നാം ധ്യാനിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ശീമോൻ പത്രോസിനോട് പറഞ്ഞ ഒരു ദൈവിക വാക്കാണ്. നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ആമേൻ എന്ന ഈ തിരുവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു? അവർ പല ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ, ഏലിയാവ്, ഇരമ്യാവ് എന്നിങ്ങനെ പലരും പല രീതിയിലാണ് അതിന് മറുപടി നൽകുന്നത്. പക്ഷേ കർത്താവ് നേരിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ്ലീഹ ഉറച്ച സ്വരത്തിൽ പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്നാണ്. ആമേൻ. അങ്ങനെയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന് കർത്താവിൻ്റെ മറുപടി, നീ ഭാഗ്യവാൻ. സ്തോത്രം, ഹല്ലേലൂയ. ജഡരക്തങ്ങളല്ല മനുഷ്യബുദ്ധിയുടെ പരിധി എന്ന് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ഇത് ഒരു ബുദ്ധിശക്തിയുടെ ഫലമല്ല, ഇതൊരു പഠനത്തിൻ്റെ ഫലവുമല്ല, ഇതൊരു തർക്കശാസ്ത്രത്തിൻ്റെ വിജയവുമല്ല. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ദൈവത്തെ മനുഷ്യബുദ്ധി കൊണ്ട് പിടിക്കുവാനാകില്ല. വിശ്വാസം ഒരു കണക്കുകൂട്ടലുമല്ല, അത് ഒരു ദൈവിക ദാനമാണ്. വിശുദ്ധ നോമ്പ് വെളിപ്പെടുത്തലിൻ്റെ ഒരു വഴിയാണ്. വിശുദ്ധ നോമ്പ് ഹൃദയം തുറക്കുവാനുള്ള സമയമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ പറയുന്നു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്നതാണ്. ഈ വിശുദ്ധ നോമ്പിന്റെ 13-ാം ദിവസമായി ഇന്ന് നമ്മൾ ചെയ്യേണ്ടുന്നത് ഹൃദയം ശുദ്ധമാക്കുക, അഹങ്കാരം തകർക്കുക, സ്വയം നിഷേധിക്കുക, ചിലതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മോട് സംസാരിക്കും. ആമേൻ, ഹല്ലേലൂയ. വെളിപ്പെടുത്തലിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ
അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാദാനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടുന്നതിനും പ്രാർത്ഥിക്കുന്നു എന്നാണ്. ആമേൻ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതും ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങൾ അവയും ഉണ്ടാകാം. പക്ഷേ വെളിപ്പെടുത്തൽ ലഭിച്ചാൽ നമ്മൾ സാഹചര്യങ്ങളെ ഭയപ്പെടുന്നില്ല. ആമേൻ. നീ പാറയാകുന്നു എന്നാണ് പത്രോസിനോട് ദൈവം പറഞ്ഞത്. വെളിപ്പെടുത്തൽ ലഭിച്ച വിശ്വാസി സ്ഥിരതയുള്ളവനാണ്. അവൻ അചഞ്ചലനാണ്, പാറ പോലെ ഉറച്ചു നിൽക്കുന്നവനാണ്. ഈ വിശുദ്ധ നോമ്പിൻ്റെ 13-ാം ദിവസത്തിലെ ആത്മപരിശോധനയുടെ നിമിഷങ്ങളിലാണ് ഇന്ന് നമുക്ക് മുൻപിലുള്ളത്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ഇങ്ങനെ ചോദിക്കാം, ഞാൻ യേശുവിനെ ആരെന്നു പറയുന്നു? എൻ്റെ വിശ്വാസം മനുഷ്യബുദ്ധിയിലാണോ അതോ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിലോ? സങ്കീർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ സഖ്യത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. ആമേൻ. ആയതിൻ പ്രകാരം നാം കേട്ട തിരുവചന പ്രകാരം ധ്യാനിച്ച വചനത്തിൻ പ്രകാരം നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. നമുക്ക് അല്പനിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവായ ഞങ്ങളുടെ കർത്താവേ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമേ. കർത്താവേ, മനുഷ്യബുദ്ധിയാൽ നിന്നെ അറിയുവാൻ ഞങ്ങൾ ശ്രമിച്ച നിമിഷങ്ങൾക്കായി ഞങ്ങളോട് കർത്താവെ പൊറുക്കണമേ. ജഡരക്തങ്ങളുടെ ചിന്തയിൽ ഞങ്ങൾ ആശ്രയിച്ച സമയങ്ങൾ തമ്പുരാനെ നീ അവിടുന്ന് മറക്കണമേ. പിതാവേ, പത്രോസിനോട് എന്ന പോലെ ഞങ്ങൾക്കും വെളിപ്പെടുത്തലിൻ്റെ അനുഗ്രഹം നൽകണമേ. നിന്നെ ശരിയായി അറിയുവാനുള്ള ജ്ഞാനവും നിന്നെ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസവും തമ്പുരാനെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണമേ. അഹങ്കാരത്തിൻ്റെ തിരശ്ശീല ഞങ്ങളിൽ നിന്നും നീക്കണമേ. അവിശ്വാസത്തിൻ്റെ ഇരുട്ട് തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. നിന്റെ വെളിച്ചം ഞങ്ങളിലേക്ക് ഒഴുകണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ജോലിയിലും ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളിലും മനുഷ്യ ഉപദേശമല്ല, നിന്റെ ദൈവിക വെളിപ്പെടുത്തൽ തമ്പുരാനെ ഞങ്ങളെ നയിക്കണമേ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഹൃദയം നിറഞ്ഞു സമ്മതിക്കുവാൻ തമ്പുരാനെ ഞങ്ങൾക്ക് ധൈര്യം തരണമേ. വിശുദ്ധ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഉള്ളം കൂടുതൽ തുറക്കപ്പെടട്ടെ. നിന്റെ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കപ്പെടട്ടെ. നിന്റെ കൃപയിൽ ഞങ്ങൾ സ്ഥിരമായി വളരട്ടെ. ഞങ്ങളെയും ഭാഗ്യവാൻ എന്ന് വിളിക്കപ്പെടുന്ന ആ അനുഗ്രഹത്തിലേക്ക് തമ്പുരാനെ അവിടുന്ന് നയിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്തോത്രം. ഹല്ലേലൂയ.